മുതിർന്ന നേതാവ് പി.ജെ. കുര്യനെതിരെയുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. കുര്യന്റെ വിമർശനം സദുദ്ദേശപരമെന്ന് കരുതാൻ സൗകര്യമില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ശബ്ദ സന്ദേശം എത്തിയത്. ചാനലിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ വിമർശനത്തെ സ്വീകരിക്കാൻ സൗകര്യമില്ല എന്നും ശബ്ദ സന്ദേശത്തിൽ ഉണ്ട്. കോൺഗ്രസ് പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച സമരസംഗമം പരിപാടിയിൽ വെച്ചാണ് പി.ജെ. കുര്യൻ യൂത്ത് കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. ശുഭിത യൗവനത്തെ കൂടെ നിർത്തുന്നത് SFI ആണ് എന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കളെ TV-യിൽ മാത്രമേ കാണാറുള്ളൂ എന്നുമായിരുന്നു പി.ജെ. കുര്യന്റെ പരാമർശം തന്നെ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെയുണ്ട്. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ജില്ലാ പ്രസിഡന്റുമാർ ഈ വേദിയിലുണ്ട്. സംസ്ഥാന പ്രസിഡന്റിനെ വല്ലപ്പോഴും TV-യിലൊക്കെ കാണാറുള്ളൂ. എന്തുകൊണ്ടാണ് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടാത്തത്? ഒരു മണ്ഡലത്തിൽ നിന്ന് 25 ചെറുപ്പക്കാരെ പോലും ഒപ്പം കൂട്ടാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നൊക്കെയാണ് പി.ജെ. കുര്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തെല്ലാം എതിർ പ്രചരണമുണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ്? കഴിഞ്ഞ ദിവസം SFIയുടെ സമരം നിങ്ങൾ കണ്ടതല്ലേ എന്നും പി.ജെ. കുര്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അഗ്രസീവായ യൂത്തിനെയാണ് അവർ അവരുടെ കൂടെ നിർത്തുന്നത്. യുവജനങ്ങൾ കോൺഗ്രസിൽ നിന്ന് അകലുകയാണ്. 75 പേര് ഉണ്ടായിരുന്നിടത്ത് 5 ചെറുപ്പക്കാരില്ല. 40-ൽ താഴെയുള്ള 5 ചെറുപ്പക്കാർ പോലുമില്ല എന്ന് പി.ജെ. കുര്യൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെയും ജില്ലാ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും വേദിയിലിരുത്തിയായിരുന്നു പി.ജെ. കുര്യന്റെ ഈ വിമർശനം. യൂത്ത് കോൺഗ്രസിനെതിരായ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി മുതിർന്ന കോൺഗ്രസ് നേതാവ് പി.ജെ. കുര്യൻ ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ്. SFIയെ പ്രകീർത്തിച്ചും യൂത്ത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി കോൺഗ്രസ് പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, ദുരുദ്ദേശപരമല്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മുൻ കേന്ദ്രമന്ത്രി കൂടിയായ പി.ജെ. കുര്യൻ. നമ്മുടെ ഈ ജില്ലയിലെ പഞ്ചായത്തിടങ്ങളിൽ ഒരിടത്തും ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിന് മണ്ഡലം കമ്മിറ്റികളില്ല. ഈ കമ്മിറ്റികൾ ഉണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിക്ക് വേണ്ടി പറഞ്ഞ അഭിപ്രായം തന്നെയാണത്. അതിലെവിടെയാ ദോഷം എന്ന് എനിക്കറിയില്ല. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ SFIയുടെ സമരത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞതിൽ ദുരുദ്ദേശപരമായി ഒന്നും തന്നെയില്ല. പാർട്ടിയുടെ താല്പര്യം നോക്കി എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. പാർട്ടി ഫോറങ്ങളിൽ അവസരം കിട്ടുന്നിടത്തൊക്കെ ഞാനിത് പറയും. ആദ്യമായല്ല ഈ കാര്യം പറയുന്നത്. ഇതേ അഭിപ്രായം DCCയിൽ 2 പ്രാവശ്യമെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. TV-യിൽ കാണുന്നതിനല്ല ഒരു മണ്ഡലത്തിൽ 25 പേരെങ്കിലും കൂട്ടി മുൻപോട്ട് കൊണ്ടുപോവുക എന്നതും ശരി തന്നെയാണ്. TV-ക്കും സോഷ്യൽ മീഡിയയ്ക്കും പുറത്ത് 40% ആളുകൾ ഈ സംസ്ഥാനത്തുണ്ട് എന്ന കാര്യവും ഞാൻ അവിടെ പറഞ്ഞിരുന്നു. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലങ്ങളിലൊക്കെ 25 മുതൽ 50ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഒരു പഞ്ചായത്തിൽ പ്രചാരണത്തിന് ഇറങ്ങുന്നത്. അതിന്ന് ഇല്ലാതായിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ 3 യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മത്സരിച്ചുവെങ്കിലും ജയിക്കാൻ സാധിച്ചില്ല. അവരെ പിന്തുണയ്ക്കാൻ ചെറുപ്പക്കാരില്ലാത്തതാണ് അതിന്റെ പ്രധാന കാരണമെന്നും പി.ജെ. കുര്യൻ പറഞ്ഞിരിക്കുകയാണ്.